പാൽ വീശി ചേർന്ന് മാറി ഇടപുറ കൊണ്ട് ചാടി വീണ് വലപ്പുറ കൊണ്ട് ചാടി വെട്ടി കേറി അടിവാളിന് വീശി പണ്ടാരടങ്ങാൻ ഉയരം പൊങ്ങി മാറി സർപ്പനിലയിൽ വാൾ വീശി ഗജമുഖം കൊണ്ടെടുത്ത് ചാടി വെട്ടി. എടാ തീറ്റയാണ് അഭ്യാസം മറക്കരുത്. തുടരട്ടെ. വിഷമിട്ട് വയ്യ. അവരും കഴിച്ചോട്ടെ ഗുരുക്കളെ. പാടില്ല, ഇനിയും തെളിയാനുണ്ട്. നെയ് കണ്ണാകണം. ഇടത് വെട്ടി വലത് വെട്ടി ഇടം നോക്കി പൂഴിക്കടകൻ. ഇത് ഏതടവാണ് ആശാനെ? ഇതാരാ കോഴിക്കടകൻ. പൊരിച്ച കോഴിലാട്ടാ ചെറ്റ പൂഴിക്കടകൻ കളിക്കുന്നത്. ഒഴിഞ്ഞു മാറി കടകം മറിഞ്ഞ് മറിഞ്ഞു വെട്ടി ഇരുന്ന് വെട്ടി കിടന്നു വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പോ ഞാഞ്ഞൂല് പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു. കളരി മാത്രം കൊഴുത്തില്ല. അതെന്താ മോലാളി അങ്ങനെ പറയുന്നത്? ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം കൊയ്ത് ഉത്സവം മാടശ്ശേരിക്ക് നേടി തന്നത്. ഓ ഞാൻ ആ പഴക്കൊലെ കൊണ്ട് വന്നില്ലായിരുന്നേ കാണായിരുന്നു. വെട്ട് വെട്ട് തേനക്കെട്ടുണ്ടാകാതെ നോക്കണം. ഉത്സവം അടുക്കാറായി, പോയി വെട്ടടോ. വെട്ടടാ വെട്ട്. ഇന്നെന്താ ഇത്ര താമസിച്ചത്? സോറി ശാന്തി, ഇന്ന് ബോർഡ് മീറ്റിംഗ് ഉണ്ട്. അക്കൗണ്ട്സ് ഒക്കെ ശരിപ്പെടുത്താനും ഉണ്ടായിരുന്നു. അച്ഛൻ വീടിന് വന്നിട്ടുണ്ട്. കല്യാണക്കാര്യം ഞാൻ സമ്മതിപ്പിച്ചു. അച്ഛനൊന്ന് കാണുമെന്ന് പറഞ്ഞിരിക്കുക. ഇന്നും നാളെയും ബിസിയാണ്. മറ്റന്നാൾ കാണാം. എനിക്ക് ധൃതിയായി. എന്നും ഇന്ന് പ്രേമിച്ച് നടന്നാൽ മതിയോ? മറ്റന്നാൾ തീർച്ചയായും ഒരു തീരുമാനം എടുക്കണം. ഓക്കെ, ബൈ. ഇന്നെന്താ 15 മിനിറ്റ് താമസിച്ചാ വന്നിരിക്കുന്നത്? കോടിക്കണക്കിന് വരെയുള്ള തീവണ്ടിയും പ്ലെയിനും 5-10 മണിക്കൂർ താമസിച്ചാ വരുന്നത്. ആ കണക്കിന് കാരണയ്ക്ക് പോലും വിലയില്ലാത്ത ഈ കൈമള് 15 മിനിറ്റ് താമസിച്ചു വരുന്നതിൽ എന്താ തെറ്റ് മുതലാളി? എന്റെ പണി എന്തെങ്കിലും കുഴപ്പമുണ്ടെ പറ. തന്നെയൊക്കെ ജോലിക്ക് വെച്ച എന്നെ വേണം പറയാൻ. ആടോ കൈമളെ, ആ കേൾവി 29-14 പണി തീർന്നു? ഇല്ല, ഇന്ന് വൈകുന്നേരം കൊടുക്കാനുള്ളതാ. ചെല്ല്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. നമ്മുടെ വണ്ടി റെഡിയായി. ട്രെയിൻ നോക്കാൻ വേണ്ടി നമ്മുടെ മെക്കാനിക് കൊണ്ടുപോയിരിക്കുക. ഇപ്പൊ വരും. ഇരിക്കും. താങ്ക് യു. ക്ഷേത്രക്കടവ് ജംഗ്ഷൻ വരെ പോവും. ആരെങ്കിലും ഉണ്ടോ? ബസ് ചാർജ് എന്ന് വെച്ചാൽ മതി. നോക്കി നിൽക്കാതെ ഉള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാം. അടുത്തിരിക്കെ അടോർ നടത്തേക്കണം. സൂര്യത്തിലാണോ കുറവച്ച് കുത്തുന്നത്? ഈ തള്ളകളെ പിന്നെ കണ്ണു നോക്കി കുത്താൻ പറ്റുമോ? നേരത്തെ ഒന്ന് നീങ്ങിയിരുന്നത്. വണ്ടി റെഡി. മോള് കാറിനടുത്തേക്ക് ചെല്ലേ. അച്ഛൻ ഈ ബില്ലൊന്ന് പേ ചെയ്തിട്ട് വരാം. ഓക്കെ. ഇപ്പൊ വണ്ടിക്ക് ഒരു കുഴപ്പമില്ലല്ലോ. പെർഫെക്റ്റ് കണ്ടീഷൻ. ഓഹോ, ഇതാണോടോ തന്റെ ബോർഡ് മീറ്റിംഗ്? ഇത്രയും കാലം ബിസിനസ്സുകാരും തമ്മിൽ എന്നെ പറ്റിക്കുകയായിരുന്നു. റാസ്കൽ.
എടാ കൊച്ചു തമ്പി, വെറുതെ വലിച്ചു വലിച്ചതിന്റെ കൈവെള്ളയിലെ തുണികളെയാന്നല്ലാതെ യാതൊരു ഫലവുമില്ല. ഇത് പാലത്തറയിലെ കൊമ്പന. ഇവനെ ഒരു ഇഞ്ച് അനക്കാൻ നീയല്ല നിന്റെ ചേട്ടൻ സാക്ഷാൽ മാടശ്ശേരി തമ്പി വന്നപ്പോൾ സാധിക്കില്ലടാ. എടോ പാലുണ്ണി, വീമ്പ് പറയാനത് കോന്തനും സാധിക്കും. അതെ, നിന്നെ നിന്റെ അവിഞ്ഞ ആനെ മാടശ്ശേരിയിലെ ചുണക്കുട്ടന്മാർ വലിച്ചു തോപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് മാടശ്ശേരി കൊച്ചു തമ്പി എന്നല്ലടാ. ആ എന്നാ വലിയടാ, വെടിയടാ. നമുക്ക് വലിക്കടാ. എടാ കൊച്ചു തമ്പി, തോൽവി സമ്മതിച്ചേരെ. ഉത്സവത്തിനുള്ള കൊടിമരം പാലത്തറ കൊമ്പൻ തന്നെ കൊണ്ടുവരും. എടാ ശ്രീധരനുണ്ണി, നിന്റെ ഈ കുഴിയാനെ കൊണ്ട് ഉത്സവത്തിനുള്ള കൊടിമരം തൊടാൻ പോലും ഞങ്ങൾ സമ്മതിക്കല. കൊടിമരം കൊണ്ടുവരാൻ കൈക്കരുത്തുള്ള ആമ്പിള്ളേര് മാനശ്ശേരിയിലുണ്ടാ തെണ്ടി. അത്രയ്ക്ക് കരുത്തുണ്ടെങ്കിൽ വലിച്ചു തോപ്പിക്കടാ ചെത്തെ. വലിച്ചു തോപ്പിക്കൂടാ. വലിയടാ, വലിയടാ, വലിക്കടാ കൊച്ചു കേശവ. ആര് വലിക്ക്. ഇനി എറാ. എല്ലാവരും ഓരോ പഴം കഴിക്കൂ. പഴം എടുക്കേണ്ട പ്ലാനാണ്. പഴക്കൊല കൊണ്ടുവന്നിരിക്കുന്നു. പഴക്കൊല മാറ്റാൻ വേണ്ടി. പിടിച്ചോ. നീ തിന്നരുത്. കേശവ, ചതിച്ചോ? ഛേ, നിർത്തടാ, തെണ്ടുകള്. ഇല്ല, ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. ഇത് ചതിയാണ്. പഴക്കൊല കാണിച്ച് ആളുടെ മനസ്സ് മാറ്റുന്നത് ചെറ്റത്തരമാണടാ. ഞങ്ങളുടെ തടിപിടുക്കന്മാർക്ക് തിന്നാൻ കൊണ്ടുവന്ന പഴക്കൊല കണ്ടിട്ട് തുമ്പിക്കൈ നീട്ടുന്നത് അതിലും ചട്ടത്തരവട തെണ്ടി. ഇനി കൊടിവരം ഞങ്ങൾ കൊണ്ടുവരും, ഉത്സവം ഞങ്ങൾ നടത്തും. മാനശ്ശേരിക്കാരെ നമസ്കാരം. വണ്ടിക്ക് ബ്രേക്ക് അല്പം കുറവാ. ചെക്കപ്പ് ചെയ്ത് വൈകിട്ട് തന്നെ കിട്ടണം. ശരി. പിന്നെ ഇന്ന് വണ്ടിയില്ല, ബന്ധാണ്. സാറെങ്ങനെ പോവും? കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല, ഞാൻ വൈകിട്ട് വരാം. ഓ കേവളെ, ഇതിന്റെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യണം. ഇന്ന് വൈകിട്ട് തന്നെ കൊടുക്കണം. ശരി, ഞാൻ ഓടിച്ചു നോക്കട്ടെ. വെള്ളയമ്പലത്തേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ബസ്സൊന്നുമില്ല, ഡബിൾ ചാർജ് എന്നാ മതി. സാറ് വരുന്നു. ഇവിടെ നിന്നാൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. കേറ്. പൈസ എടുത്തേക്കണം എല്ലാവരും. ഇതെടുക്കൂ. കാശെടു സാറേ, വേഗം പോണം. ഇത് നിങ്ങളുടെ സ്വന്തം വണ്ടിയാണോ? അപ്പം നിന്നാ പോരാ, കുഴി കാണണോ? അല്ല, ഞാൻ വെറുതെ ചോദിച്ചാ. ആ സ്വന്തമാ. താൻ ബ്രേക്ക് ടെസ്റ്റ് ചെയ്തോ? താൻ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? എന്റെ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടോന്ന് താനാണോ അറിയേണ്ടത്? വണ്ടി വർഷോപ്പിൽ വിട്. ഇന്ന് തന്നെ തന്നെ പണി ഞാൻ തീർത്തരാം. എന്റെ പൊന്നു സാറേ, എന്നോട് ക്ഷമിക്കണം. ഒരബദ്ധം പറ്റിപ്പോയതാ. 3 പിള്ളേർ, ഒരു ഭാര്യ എനിക്കുള്ളതാ. എന്നെ ചതിക്കരുത്. ഇനി ഈ വൃത്തിയോട് ഞാൻ ചെയ്യത്തില്ല. എന്തായത്? നമ്മുടെ കാറിനകത്ത് വെക്കാനുള്ള എ സിയാ. ഇത് നന്നായി ഫിറ്റ് ചെയ്ത് തരുന്ന ഏതെങ്കിലും നല്ല വർക്ക്ഷോപ്പിൽ സിറ്റിക്കകത്തുണ്ടോ നാരായണ? ഞാനൊരു സ്ഥലം പറഞ്ഞുതരാം. സ്റ്റാർ വർക്ക്ഷോപ്പ്. സിറ്റിക്കകത്തെ ഏറ്റവും നല്ല വർക്ക്ഷോപ്പാണ്. എന്നാ അവിടെ തന്നെ കൊടുത്തോളെ. ഓ,
മോനാളി 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 ഭാര്യകൻ അല്ല ഇവനെന്താ തേളുകുത്തിയുമായി ഓടുന്നത്? എടാ കൈവളെ, നീ ഇന്ന് കുടുങ്ങിയത് തന്നെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ഇവിടെ? ഇത് എന്റെ വർഷത്താണ്. സ്വന്തം വണ്ടിയും കമ്പനി വണ്ടികളും ഉൾപ്പെടെ 10-20 വണ്ടികളില്ലേ, അതിന്റെ ജോലിക്ക് വേറൊരു വർഷോപ്പിൽ പോകാനെന്ന് കരുതി ഞാനൊരു വർഷോപ്പ് തുടങ്ങി. ഓഹോ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ആ AC കൊണ്ടുവന്നിട്ടുണ്ട്, അതൊന്ന് ഫിറ്റ് ചെയ്യണം. നാളെ വന്ന് എടുത്തോണ്ട് നോക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, താങ്കൾ പോണം. ഞാൻ നാളെ കാറ് വീട്ടിലെത്തിച്ചോളാം. ഓക്കെ ഓക്കെ. ഇതാ അവിടെ വെച്ചേക്കും. നമ്മുടെ നാരായണനാണ് ഇവിടെ തന്നെ കൊണ്ടുവരണം നിർബന്ധിച്ചത്. അവന് നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയാമല്ലോ. ഏഷ്യാർന്ന് തയ്യാറെടുക്കണം, MD വത്സമയെ പോലെ. ദരിദ്രവാസി. പറഞ്ഞത് എന്റെ ഭാര്യ കിണറ്റിൽ വീണത്. മുതലാളി ഭാര്യ കിണറ്റിൽ നിന്നാണോ വെള്ളം കുറഞ്ഞെന്ന് ചോദിക്കാൻ വരികയായിരുന്നു. അട്ടിമറി കാരണം ഇന്ന് വാട്ടർ സപ്ലൈ ഇല്ല. കിണറ്റിൽ എന്ന് കേട്ടപ്പോ മുതലാളി ഇറങ്ങിക്കൂടി. ഞാൻ എന്ത് ചെയ്യാനും? ചേടാ, എന്തെല്ലാം പ്രതീക്ഷകളോടുകൂടിയായിരുന്നു ഞാൻ ഇറങ്ങി ഓടിയെന്ന് തനിക്കറിയാമോ? നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ ജീവിതത്തെ പറ്റി എന്തെല്ലാം സ്വപ്നം കണ്ടു. അവിടെ ചെന്നപ്പോ പുട്ടുകുറ്റി പോലെ ഇരിക്കുന്നു. വീണോന്ന് ചോദിച്ചപ്പോ 4 തെറിയും 2 തൊഴിയും. നെറ്റിലൊരു കൊണ്ട് വിദ്യയൊക്കെ ഭംഗിയായിട്ടുള്ളൂ, ഒന്നും മോശമായിട്ടില്ല. എന്റെ വിദ്യകളൊന്നും എനിക്ക് വേണ്ട. മര്യാദയ്ക്ക് 4 ചുവട് നൃത്തം അഭ്യസിച്ചു കൊടുത്താൽ പോലും. അല്ല, വേറെ ദുരുദ്ദേശത്തോടു കൂടിയാണ് വന്നതെങ്കിൽ തന്റെ തോളിൽ തലയിരിക്കുന്നതിന് പകരം എന്റെ തകലായിരിക്കും ഇരിക്കുക. അതുകൊണ്ടോ നിങ്ങൾ എന്താണ് നമ്മളെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ യാതൊരു കളങ്കമില്ലാത്ത ശുദ്ധ ബ്രാഹ്മണനാണ്. ശരിയും ശരിയും. അതിനാണ് നമുക്ക് ശിങ്കാരപ്പെട്ട എന്ന് പേര് വന്നത്. ഊഹർ അസൂയ കൂട്ടങ്ങള് വെറുതെ പറയുന്നതല്ലേ സ്വാമി. നൃത്തം ചെയ്യാൻ മാത്രമായിട്ട് ബ്രഹ്മാവ് പറിച്ചുവിട്ട ശരീരം മാതിരിയുണ്ട്. അത് പണ്ടേ എല്ലാരും ചൊല്ലിയിരുന്നതാണ്. എന്റെ ശരീരവടിവ് തന്നെയാ എന്റെ മോക്ക് വന്നു. டான்ஸ் மாஸ்டர் என்ன சொல்றீங்க? എന്താ ഡാൻസ് മാസ്റ്റർ പേശാൻ ഇരിക്കുന്നത്? അസലായതുകൊണ്ട് ഇങ്ങനെ ഒരു ശരീരം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. கேட்டீங்களா மாஸ்டர் சொல்றது? சும்மா தவளையும் தூக்கி நடந்தா போறாது, கொஞ்சம் சௌந்தரிய பூர்வம் வேணும். മുറ്റത്തെ മുല്ലയ്ക്കും മണം കാണൂല. அப்படி சொல்லிக் கொடுங்க மாஸ்டரே. നീ ഒരു കാര്യം ചെയ്യും, വെറ്റില ബാക്കി എടുത്ത് ദക്ഷിണ വെച്ചിട്ട് പുണ്ണ് കയ്യിലെ കൊടു. രാജാർക്ക് മുമ്പ് കാര്യം മുടി കിട്ടും. ഒന്നാക്കണ്ട, ഒരു 4-5 വെറ്റില് അടക്കി ആയിക്കോട്ടെ. ദക്ഷിണയ്ക്ക് പേർക്ക് ഒരു വെത്തല പോകാതാ? അവനോ ഇളലക്കിനായി, നീ അവനോട് ഹിരിലക്കിനായി. എന്നെ വേണം കൊടുത്തുക്കോ. വേണം കുറച്ച് വെത്തലയും പാക്കും ചുണ്ണാമ്പ് പോയി എന്നെ കൊടുത്തുക്കോ. കണ്ടെങ്കി വാ. സാക്ഷാൽ മൂകാംബിക ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് அந்த പാതാള വൃന്ദങ്ങളിലെ നന്നായി വരട്ടെ. അവര് വരാറായി. സാറേ, എനിക്ക് വർക്ക്ഷോപ്പിൽ പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്.
അവര് വന്നു തോന്നുന്നു. മിണ്ടാ കിടന്നോ. അച്ഛാ, ഇതാണ് ശ്രീ രാമൻ മേനോൻ. നമസ്കാരം. ഇരിക്കൂ. നാരായണനോടെ? നാരായണൻ വെളിയിൽ പോയിരിക്കുക. അച്ഛാ, ഇതാണ് കൈമൾ. അറിയും. വലിയ ബിസിനസ്സുകാരനാ. ഓഹോ, അതിപ്പോഴാ മനസ്സിലായത്. ഓഹോ, അത് ശരി. അപ്പോ നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? മുതലാളി തൊഴിലാളി ബന്ധം. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു അല്ലേ? അതെ അതെ, സുഖമില്ലായിരിക്കുമല്ലേ അധികം സംസാരിക്കാം. വാദം എന്റെ കാലിന് വായിക്കല്ലോ. എങ്കിലും നമ്മുടെ പരിചയത്തെ കുറിച്ച് കൂടുതൽ സംസാരിച്ചാൽ ദേഹം വിളക്കേണ്ടി വരും. മിസ്റ്റർ കൈമളി, താങ്ക് യു. നിൽക്കാം. അമേരിക്കയിലൊക്കെ സാധാരണ ആളുകൾ കൂടുതൽ നേരവും നിൽക്കുകയാണ് പതിവ്. ആഹാ, അതെന്താ അവിടെ കസേരയില്ലേ? ഉണ്ട്, എങ്കിലും ഒരു ഒരു മിസ്റ്റർ മേനോൻ, നമുക്ക് പോകാം. എനിക്കപ്പോൾ ധൃതിയുണ്ട്. മേനോ സാറിനെ കൊണ്ട് അച്ഛനെ കാണിക്കണമെന്ന് കൈമളിലാരും നിർബന്ധം. ഓഹോ, കണ്ടതിൽ വളരെ സന്തോഷം. ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ വലിയ കൃത്യനിഷ്ഠക്കാരനാ. അറിയാം. നാരായണനോട് ഞാൻ അന്വേഷിച്ചായി പറഞ്ഞു. ശരി. സാറിന്റെ പ്ലാൻ പൊളിയുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. അല്ലെങ്കിൽ അവന്റെ അമ്മൂമ്മയുടെ ഒരു അമേരിക്ക. സാറേ, സംഗതി ഒത്തുകിട്ടിയ കല്യാണത്തിന് എന്നെ ക്ഷണിക്കണം. നല്ലൊരു സദ്യ കൊണ്ടിട്ട് കുറെ കാലമായി കേട്ടോ. എത്ര നേരം എന്ന് വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കണം? ഈ ഏരി മുഴുവൻ നല്ല മൂർഖം പാമ്പുള്ള സ്ഥലമാണ്. ഇങ്ങനെ ഒരു പേടുത്തൂറി എടാ, മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം. വാ പോവാ. ആശാനെ വന്നുണ്ട്. അയ്യോ ബാബോ, പാമ്പല്ല ആശാനെ, അവന്മാരില്ലേ വന്നെന്ന്. കല്യാണം കഴിഞ്ഞ എനിക്ക് കിട്ടാൻ പോണ സ്ഥലമൊക്കെ വേണമെങ്കിൽ നോക്കിക്കൂടാ. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് തെങ്ങിക്കേരെങ്കിലും ജീവിക്കാം. അവന്മാര് ദേ എത്തിപ്പോയ ആശാനെ. എത്തട്ടടാ എത്തട്ടെ. ദാ ഇടിവെട്ടേറ്റ തെങ്ങ് കണ്ട നിന്റെ തല പോലെ. എന്റെ ഞാൻ നമുക്ക് തെറ്റാ. എന്ത് അതല്ലടാ, പിന്നെ അത് അതൊന്നും അല്ലേ. കത്തിക്കന്നല്ല കല്ലാക്കാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു. ഹലോ, ഇതാ ചരിത്രനാളത്തിന്റെ ആൾക്കാരല്ലേ? ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ. ഓ, അത് ശരി. ഉത്സവത്തിന് വന്നാ? ഹലോ, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ, അല്ല ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ? ആദ്യം ഞങ്ങളുടെ പരിപാടി. ഞാനേ ആശാനെ. തൈര് കലക്കണ സാധനം ഇതാണ്. അത് ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത്? എന്താ ഇതിന്റെ മെത്തേഡ്? മെത്തേഡ് ഈസി. ആദ്യം ഇതിങ്ങനെ പിടിക്കണം. ഇത് തൈര് കലക്കാനുള്ളതല്ല, പിന്നെ പിന്നെ നെഞ്ച് കലക്കാനുള്ളതാണ്. ഓടിക്കോ. ആരാടാ ഇവരെ അടിച്ചത്? ഇയാളെന്റെ കണ്ണിലിട്ട് കുത്തി. ഇവനെന്റെ താരിക്കെട്ട് ചവിട്ടി. അത്രയ്ക്കായോ? ഞങ്ങളാണ് ആദ്യം ഇവരെ ഓടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ അടിക്കാൻ അവകാശം ഞങ്ങൾക്കാ. കരാട്ടയിൽ അങ്ങനെ ഒരു നിയമമില്ല. മുന്നിൽ കിട്ടിയാൽ ആദ്യം അടി ഞങ്ങൾക്കാ. ഇല്ലേ? എങ്കിൽ നിങ്ങൾ മുന്നിൽ നടി, ഞങ്ങൾ പിന്നിൽ നടിക്കാം. പിന്നെ സൈഡിലും കൂടെ ആരെങ്കിലും അടിക്കും. അടിയടാ. പ്രേമിക്കാൻ നീ ആര് മോനെ? പ്രേം ചോപ്രയോ? മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും. ഒന്ന് മനസ്സിലാക്കി കൊടുക്കടാ. നല്ലോണം ഞെരിക്ക്. പിടിക്കടാ അവനെയല്ല എന്നെ. അവനെ പിടിക്കാൻ